ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? നിങ്ങൾക്കിത് അവസരം ദുബായിൽ ജോലി ചെയ്യാൻ. ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം. ഉടൻ വിസ 15 ദിവസത്തിനുള്ളിൽ 80,000 രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാം. 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് അവസരം. നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുസ്ഥിര തൃത്താല പദ്ധതി ജനപങ്കാളിത്തത്തോടെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. പദ്ധതി മറ്റൊരു പേരിൽ പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായും നടപ്പാക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ തന്നെ വിദ്യാലയ പരിസരങ്ങളിൽ ലഹരിക്കെതിരെ എക്സൈസിന്റെ സജീവ നിരീക്ഷണമുണ്ടാകുമെന്നും മന്ത്രി. കൃഷി വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്ത 413 കർഷകർക്ക് കുടിശ്ശികയടയ്ക്കാൻ KSEBയുടെ നോട്ടീസ്. നടപടി കുടിശ്ശികയായ 13 കോടി രൂപ കൃഷിവകുപ്പ് അടയ്ക്കാത്ത സാഹചര്യത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുക 2021 മുതൽ 2025 വരെയുള്ള ബിൽ കുടിശ്ശിക. ആഴത്തിലുള്ള വായന സാമൂഹിക ജീർണതകൾ അകറ്റുമെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. പരന്ന വായനയും ആഴത്തിലുള്ള വായനയും ഒന്നല്ല. ഒരു ബന്ധവുമില്ലാത്ത സ്വാതന്ത്ര്യ സമര ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ പരതുന്നവർക്ക് മുന്നിൽ ചരിത്രത്തിന്റെ താളുകൾ നിവർത്തിപ്പിടിക്കാൻ ഗ്രന്ഥശാല പ്രവർത്തകർ തയ്യാറെടുക്കണം. പാലക്കാട്ട് പബ്ലിക് ലൈബ്രറി 75ാം വാർഷികാഘോഷം. വാർത്തകൾ വിശദമായി. സുസ്ഥിര തൃത്താല വികസന പദ്ധതി ജനപങ്കാളിത്തത്തോടെ കൂടുതൽ ഊർജ്ജസ്വലമായി നടപ്പാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. പദ്ധതി മറ്റൊരു പേരിൽ പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായും നടപ്പാക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കിയ സുസ്ഥിര തൃത്താല വികസന പദ്ധതി കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിശദീകരിക്കാനാണ് തൃത്താല MLA കൂടിയായ മന്ത്രി MP രാജേഷ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. രൂക്ഷമായ കുടിവെള്ള പ്രശ്നം, കാർഷിക മേഖലയിലെ തകർച്ചയടക്കമുള്ള പ്രശ്നങ്ങൾ മണ്ഡലത്തിലുണ്ട്. സുസ്ഥിര വികസനമെന്ന കാഴ്ചപ്പാട് മുൻനിർത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. കൃഷി സംരക്ഷണം, ജലസംരക്ഷണം, മണ്ണ്, ആരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം എന്നിവയാണ് പദ്ധതിയിലുള്ളത്. ഇതിൽ ജലസംരക്ഷണത്തിനും കാർഷിക മേഖലയ്ക്കുമാണ് പ്രധാന ഊന്നൽ നൽകിയിരിക്കുന്നത്. 30 വകുപ്പുകളുടെ ഏകോപനത്തിൽ 17 ഇനം കാര്യങ്ങളാണ് മണ്ഡലത്തിൽ ഇതിനകം നടപ്പാക്കിയത്. സുസ്ഥിര തൃത്താല വികസന പദ്ധതി ജനപങ്കാളിത്തത്തോടുകൂടി കൂടുതൽ ഊർജ്ജസ്വലമായി നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. മാത്രം, അതായത് സുസ്ഥിര തൃത്താലയുടെ വാട്ടർ കൺസർവേഷൻ, ജലസംരക്ഷണം എന്ന കോമ്പണന്റ് ജില്ലാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിന് തുടക്കം കുറിക്കും. ജില്ലാ കളക്ടർ തന്നെ ഇത് മനസ്സിലാക്കി, സുസ്ഥിര തൃത്താലയെ കുറിച്ച് മനസ്സിലാക്കി താല്പര്യം അറിയിക്കുകയാണ് ചെയ്യുന്നത്. 5-ാം തീയതി തുടക്കം കുറിക്കും. പാലക്കാട് ജില്ലയിലെ സുസ്ഥിര തൃത്താല ജില്ലയിൽ മുഴുവൻ വ്യാപിപ്പിക്കും, സംസ്ഥാനാടിസ്ഥാനത്തിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സുസ്ഥിര തൃത്താല മോഡൽ ജില്ലയിൽ എല്ലാ പ്രദേശങ്ങളിലും നടപ്പാക്കുമ്പോൾ പദ്ധതിക്ക് മറ്റൊരു പേര് സ്വീകരിക്കും. ജൂൺ 5-ന് പാലക്കാട്ട് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെയും തൻ്റെയും സാന്നിധ്യത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്നും MP രാജേഷ് പറഞ്ഞു. ഓണം മുന്നിൽ കണ്ടുള്ള പച്ചക്കറി മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തൃത്താലയിൽ ഉടൻ ആരംഭിക്കും. ഓരോ വാർഡുകളിലും കുടുംബശ്രീ പങ്കാളിത്തത്തോടുകൂടി പദ്ധതി നടപ്പാക്കും. ജനകീയ കൃഷി, ജനകീയ വിളവെടുപ്പ് എന്ന ആശയത്തിൽ ജൂൺ 15-ന് പ്രവർത്തനങ്ങൾ തുടങ്ങും. ഓണത്തിന് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും പദ്ധതിയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന വിഷയത്തിൽ ആശങ്ക തുടരുകയാണെന്നും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മണ്ഡലത്തിൽ സോളാർ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൃഷി വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്ത 413 കർഷകർക്ക് കുടിശ്ശിക അടയ്ക്കാനായി KSEBയുടെ നോട്ടീസ്. കൃഷി വകുപ്പ് കുടിശ്ശികയായ 13 കോടി രൂപ അടയ്ക്കാത്തതിനാലാണ് ഗുണഭോക്താക്കളിൽ നിന്ന് തുക ഈടാക്കാൻ KSEB നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഷൊർണൂർ, പട്ടാമ്പി, മണ്ണാർക്കാട് ഡിവിഷൻ ഓഫീസുകൾക്ക് കീഴിലുള്ള 59 കൃഷി ഓഫീസുകളാണ് തുക നൽകേണ്ടത്. 2021 മുതൽ 2025 വരെയുള്ള കുടിശ്ശികയാണിത്. കൃഷിവകുപ്പ് തുക അടയ്ക്കാത്തതിനാലാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ നോട്ടീസ് അയച്ചത് എന്നാണ് KSEB അധികൃതരുടെ വിശദീകരണം. ഷൊർണൂർ നഗരസഭ 398, വാണിയംകുളം 4, വല്ലപ്പുഴ 1, ഓങ്ങല്ലൂർ 10 എന്നിങ്ങനെ ഷൊർണൂർ കൃഷിഭവന് കീഴിലെ 413 കർഷകർക്കാണ് ഇതുവരെ നോട്ടീസ് ലഭിച്ചത്. ഷൊർണൂർ കൃഷിഭവനിൽ നിന്ന് മാത്രം 1.61 കോടി രൂപയാണ് KSEBക്ക് നൽകാനുള്ളത്. കർഷകർക്ക് സൗജന്യ വൈദ്യുതി കണക്ഷനാണെങ്കിലും എല്ലാ മാസവും നിശ്ചിത തുക
കൃഷിവകുപ്പ് KSCBക്ക് അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ സർക്കാരിൽ നിന്ന് പണം ലഭ്യമാകാത്തതാണ് കുടിശ്ശിക വരാൻ കാരണമായതെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഉപഭോക്താവ് മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൃഷിവകുപ്പിന് റിപ്പോർട്ട് ചെയ്യാതെ വൈദ്യുതി ഉപയോഗിക്കുക, ഒരു വൈദ്യുതി കണക്ഷനിൽ നിന്ന് അനധികൃതമായി കൂടുതൽ വൈദ്യുതി കണക്ഷൻ വലിക്കുക, കൃഷി ആവശ്യങ്ങൾക്കെന്ന പേരിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, ഉപഭോക്താവിൻ്റെ പേര് മാറ്റാതെ ഉപയോഗിക്കുക തുടങ്ങി അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരിൽ നിന്ന് പലിശ ഉൾപ്പെടെ ഇപ്പോൾ ഈടാക്കി വരികയാണ്. ഷൊർണൂർ പരിധിയിൽ നിന്നും ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തി ഇതിനകം 35 ലക്ഷം രൂപ വരെ ഈടാക്കി കഴിഞ്ഞു. ഞാൻ കവളപ്പാറ പാടശേഖര മുൻ സെക്രട്ടറി ആയിരുന്നു. ഈ കാലഘട്ടങ്ങളിലാണ് ഞാനൊരു 15-16 കൊല്ലം മുമ്പാണ് ഒരു സൗജന്യ കാർഷിക ആവശ്യങ്ങൾക്ക് സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നത്. എല്ലാ കാലങ്ങളിലും ഇതിൻ്റെ വൈദ്യുതി ബില്ല് കൃഷിഭവൻ ആണ് അടച്ചു പോയിരുന്നത്. ഇത്രയും കാലമായിട്ട് മുതൽ അടച്ചിരുന്നു. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു മിഞ്ഞാണ് ഒരു നോട്ടീസ് KSCB എന്ന് പറഞ്ഞത്. KSCBക്കാർ വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ കൃഷിഭവനിൽ സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാ വിവരം KSCBക്ക് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KSCB ആണ് ഇത് എല്ലാവർക്കും ഒരുപാട് 10-400ഓളം കർഷകർക്ക് ഇത് അയച്ചിട്ടുണ്ടെന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. പക്ഷേ എന്തൊക്കെയായാലും ഇതിൽ KSCBക്ക് ഇതിന് കർഷകർക്ക് നോട്ടീസ് അയക്കാൻ അധികാരമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കൃഷിഭവനും നമ്മൾ കർഷകരും തമ്മിലാണ് ബന്ധം. KSCB ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ഈ സംബന്ധിച്ച് കൃഷിഭവനിൽ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കുറേ കൊല്ലങ്ങളായിട്ട് ഇതിൻ്റെ ഓണർഷിപ്പ് മാറാണ്ട്, ഉടമസ്ഥാവകാശം മാറാണ്ട്, അവരൊക്കെ മരിച്ചു പോയിട്ട് ഓണർഷിപ്പ് മാറാണ്ട് ഇപ്പോഴും സൗജന്യ വൈദ്യുതി എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്ത്. അവിടെ നിങ്ങൾ ഇത് അടക്കേണ്ട, നിങ്ങളുടെ ഓഫീസിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് പോയാൽ മതി എന്ന് മാത്രം എന്നോട് പറഞ്ഞു. എന്നാൽ നിലവിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഭീമമായ തുക ബിൽ വന്നിട്ടുണ്ടെങ്കിൽ KSCB ഇവർക്ക് ഇളവും നൽകുന്നുണ്ട്. ബിൽ കിട്ടിയ നിരവധി കർഷകരാണ് ഇതിനോടകം കൃഷിവകുപ്പിനെയും KSCBയെയും സമീപിച്ചത്. 2023 മെയ് 1 മുമ്പ് വരെ കുടിശ്ശിക വരുത്തിയവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഇളവുകൾ ലഭിക്കും. എന്നാൽ അതിനുശേഷമുള്ള ഉപഭോക്താക്കൾ 18% പലിശ ഉൾപ്പെടെ നൽകേണ്ടി വരുമെന്നാണ് KSCBയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലഹരിക്കെതിരെ വിദ്യാലയ പരിസരങ്ങളിൽ എക്സൈസിന്റെ നിരീക്ഷണം ശക്തമാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. പിടിയിലാകുന്നവർക്കെതിരെ കനത്ത നിയമ നടപടികൾ സ്വീകരിക്കും. എക്സൈസിന്റെ വാട്സാപ്പ് നമ്പറിൽ നിരവധി പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നും തുടർന്നും പരാതികൾ അയക്കാമെന്നും മന്ത്രി കൂറ്റനാട് പറഞ്ഞു. പരിസരങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തും. അതുപോലെ തന്നെ എക്സൈസിന്റെ നമ്പറുണ്ട്, വാട്സാപ്പ് നമ്പറുണ്ട്. അതിൽ ധാരാളം വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള നടപടികൾ ഇപ്പോഴും തുടരുന്നു. ഓരോ ദിവസം കാണുന്നില്ലേ? ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നടത്തിയ സമീപ ദിവസങ്ങളിൽ നടത്തിയ ലഹരി വരില്ല, അത് ഒരു കുറവുമില്ലാതെ തുടരും. പരന്ന വായനയും ആഴത്തിലുള്ള വായനയും രണ്ടാണെന്നും ആഴത്തിലുള്ള വായന സാമൂഹിക ജീർണതകൾ അകറ്റുമെന്നും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പാലക്കാട് പബ്ലിക് ലൈബ്രറിയുടെ 75ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ഇരുട്ടുകളെയും തിന്മകളെയും പ്രതിരോധിച്ചതും സാമൂഹിക നവോത്ഥാനത്തിന് വഴിവെട്ടിയതും വായന എന്ന വെളിച്ചമാണ്. പുരോഗമന നവോത്ഥാന പോരാട്ടങ്ങളെ വക്രീകരിക്കാനും അസമത്വത്തിൻ്റെ മേൽക്കോയ്മകൾ പുനഃസൃഷ്ടിക്കാനുമാണ് കറുത്തവൻ റാപ്പ് പാടരുത് എന്ന ചിന്താഗതി. കറുപ്പും വെളുപ്പുമല്ല, കരുണയും സഹജീവി സ്നേഹവുമാണ് മാനവരാശിയെന്ന് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരുടെ വഴിയെ തലമുറകളെ നയിക്കാൻ പുസ്തകശാലകൾക്ക് കഴിയണം. വേട്ടയാടുന്നവർക്ക് മുന്നിൽ വേടന്മാരെ എറിഞ്ഞുകൊടുക്കുകയല്ല, സംരക്ഷണ കവചം തീർക്കുകയാണ് വേണ്ടത്. ഒരു ബന്ധവുമില്ലാത്ത സ്വാതന്ത്ര്യ സമര ബന്ധങ്ങൾ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാമെന്ന് പരതുന്നവർക്ക് മുന്നിൽ ചരിത്രത്തിൻ്റെ താളുകൾ നിവർത്തിപ്പിടിക്കാൻ ഗ്രന്ഥശാല പ്രവർത്തകർ തയ്യാറെടുക്കേണ്ട കാലമാണെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. പല പുസ്തകങ്ങളും നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ പറ്റുന്നില്ല. അത്രയേറെ പുസ്തക ശേഖരമാണ് മലയാളികൾക്കുള്ളത്. മലയാളിയെ മലയാളിയാക്കിയത് പുസ്തകങ്ങളും വായനശാലകളുമാണ്. നമ്മൾ ഓർക്കുക, നമ്മളെങ്ങനെ നമ്മളായിരുന്നു, നമുക്കത് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കുഴപ്പം കുട്ടികൾ പറയുന്നത് ഒരു തന്ത വൈബാണ്, ഇത് വയസ്സന്മാരുടെ ഒരു ഏർപ്പാടാണ്.
പുതിയ കുട്ടികൾക്ക് ഇതൊന്നും താല്പര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കും. നോക്കുമ്പോൾ പുതിയ കുട്ടികളെ പറയാൻ കുറച്ച് കുട്ടികളെ കാണാൻ അല്ലേ, ബാക്കിയുള്ളവരെ പറയാനും പറ്റില്ല, ഈ മുടി നോക്കിയിട്ട് പ്രായം പറയാൻ പറ്റില്ല. അതുകൊണ്ട് എങ്കിലും ഒരു തന്ത്രവൈപ്പിൽപ്പെട്ട ആളുകളാണ് മിക്കവാറും ഉള്ളത്. നമുക്കത് പക്ഷേ അഭിമാനമാണ്. ആ അഭിമാനം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ അപായകരമായ വിധത്തിലുള്ള ചില പ്രശ്നങ്ങൾ സമൂഹത്തിൽ വരുന്നുണ്ട്. ലൈബ്രറി പ്രസിഡന്റ് പ്രൊഫസർ പി കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ, സാഹിത്യ പ്രതിഭകളായ മുണ്ടൂർ സേതുമാധവൻ, ജോർജ് ദാസ്, ഡോക്ടർ പാർവതി വാര്യർ, ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ വി കെ ജയപ്രകാശ്, എം വി ഉണ്ണികൃഷ്ണൻ, ടി എസ് പീറ്റർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച അൽ മസ്ജിദുനൂരിൻ്റെ ഉദ്ഘാടനം നടന്നു. ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്നേഹസംഗമം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പുതുശ്ശേരി നിവാസികൾക്ക് ഒരു സന്തോഷകരമായ സുദിനമാണ് ഇന്ന്. ഇന്നലെയും ഇന്നുമായി ഈ പ്രദേശത്തെ സ്നേഹിക്കുന്ന ഇതര മതസ്ഥരായ ആളുകളെല്ലാം തന്നെ ഈ പള്ളി കാണുന്നതിനും എല്ലാം ഇവിടെ എത്തിയ വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളി നമ്മളെല്ലാം വെട്ടിക്കാട്ടി ജുമാ മസ്ജിദിൻ്റെ കീഴിലായിരുന്നു. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ കെ എ മുഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പ്രാസംഗികനായ ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. ഗിന്നസ് സത്താർ ആദൂർ, സാഹിത്യകാരൻ കെ പി ഉണ്ണി പുതുശ്ശേരി, കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഇക്ബാൽ, SKMMA തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം, കെ പി രവികുമാർ എന്ന ബാബു, പി കെ സൈദലവി തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ PU അബ്ദുൽ കരീം സ്വാഗതവും PV നൌഷാദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് പള്ളിയിലെത്തിയ നൂറുകണക്കിന് ആളുകൾക്ക് സ്നേഹവിരുന്നു നൽകിയാണ് തിരിച്ചയച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ SNDP മൈക്രോ ഫിനാൻസ് പദ്ധതി ഉപകരിച്ചെന്ന് SNDP യൂണിയൻ സെക്രട്ടറി KR ഗോപിനാഥ്. പാലക്കാട്ട് SNDP ശാഖാ ഭാരവാഹികളുടെയും മൈക്രോ ഫിനാൻസ് അംഗങ്ങളുടെയും യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KR ഗോപിനാഥ്. നൂതന വരുമാന മാർഗങ്ങളും പദ്ധതികളും ആവശ്യമാണെന്നും KR ഗോപിനാഥ് ചൂണ്ടിക്കാട്ടി. കൃത്യമായ വീക്ഷണത്തോടെയാണ് SNDP മൈക്രോ ഫിനാൻസ് പദ്ധതി നടപ്പിലാക്കിയത്. ഒട്ടേറെ കുടുംബങ്ങളെ വരുമാനമുള്ളവരാക്കി മാറ്റാൻ പദ്ധതിക്ക് കഴിഞ്ഞു. സാങ്കേതികവിദ്യാ രംഗത്തും പദ്ധതി വ്യാപിപ്പിക്കണം. കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനമാണ് പദ്ധതിയുടെ സുതാര്യതയെന്നും KR ഗോപിനാഥ് പറഞ്ഞു. SNDP യൂണിയന്റെ കീഴിൽ സീതാരാമ മൈക്രോ ഫിനാൻസ് ആരംഭിച്ചിട്ട് 20 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 20 വർഷമായി ഈ സീതാരാമ മൈക്രോ ഫിനാൻസിന്റെ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. ആ 20 വർഷത്തിനിടയ്ക്ക് നമ്മൾ മൈക്രോ ഫിനാൻസ് അംഗങ്ങളിലേക്ക് പല യോഗങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഒത്തുകൂടാൻ പറ്റുന്നത് ചതയദിനത്തിലാണ്. ചതയദിനങ്ങളെല്ലാം കഴിഞ്ഞ് ശോഭയാത്ര കഴിയുന്ന ഒരു പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്. യൂണിയൻ പ്രസിഡന്റ് G രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ അഡ്വക്കേറ്റ് K രഘു, KA ചന്ദ്രൻ, ബിന്ദു സുരേഷ്, പ്രേമകുമാരി ശിവദാസ്, R രാജേഷ്, മനോജ് കളത്തിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കര ആറ്റൂർ രാജീവ് ഗാന്ധി കൾച്ചറൽ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച നീന്തൽ പരിശീലനം സമാപിച്ചു. ചടങ്ങിൽ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് പ്രസാദ് ആറ്റൂർ ഉദ്ഘാടനം ചെയ്തു. അകമല BRD ഹാളിൽ നടന്ന പരിപാടിയിൽ രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് പ്രസാദ് ആറ്റൂർ ഉദ്ഘാടനം ചെയ്തു. സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നീന്തൽ പരിശീലകൻ ഷറഫുദ്ദീൻ AH അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുകേഷ് പണിക്കത്ത് മുഖ്യാതിഥിയായി. ഹംസ AM, വിനോദ് മുള്ളൂർക്കര, NY സുധീർ, അൻസിൽ അബ്ബാസ്, അഭിനന്ദ്, റഹീദ്, മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ജമാൽ AKY സ്വാഗതവും ഷക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നിരവധി കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. അവൻ്റെ ജീവൻ അവന് തന്നെ കാത്തു രക്ഷിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവനെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് കണ്ട് നമ്മൾ വലിയ കുളങ്ങളിലോ തോടുകളിലോ പരിചയമില്ലാത്ത പുഴകളിലൊന്നും ഇറങ്ങിയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കരുത്. ചുഴികളും ഒരുപാട് കുഴികളൊക്കെ ഉള്ള, നേരത്തെ പറഞ്ഞില്ലേ പുഴയിൽ പോയത്, ഫാമിലി മൊത്തമാണ് പോയത്. ആ കുടുംബത്തിൽ ബാക്കി ആരുമില്ല എന്നുള്ളതാണ് സങ്കടം.
അങ്ങനെയൊന്നുള്ള കാര്യങ്ങളിൽ ഞാൻ നീന്തൽ പഠിച്ചു, എനിക്ക് വീട്ടിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പഠിച്ച കുട്ടികൾ ആരും പരിചയമില്ലാത്ത കുളങ്ങളിലോ കിണറുകളിലോ പുഴകളിലോ ചെന്ന് ഇറങ്ങരുത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പത്തിരിപ്പാല സൗഹൃദവേദിയുടെയും കരുവത്തൊടി റെസിഡൻസ് അസോസിയേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബലിപ്പെരുന്നാൾ മീറ്റ് നടത്തി. രക്ഷാധികാരി ശിവദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കിട്ടുമെന്നുള്ള സർക്കാരിന്റെ വാഗ്ദാനമൊന്നും ഒരിക്കലും നടക്കാറില്ല. 50 ദിവസം കിട്ടിയാൽ തന്നെ നല്ലത്. ആ കിട്ടിയ ജോലിയുടെ വേതനം തന്നെ കിട്ടാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ പരിതാപ സ്ഥിതിയിലാണ്. പുരുഷ വിഭാഗത്തിലെ ആളുകളാണെങ്കിലോ അവർക്ക് നിസ്സാര ജോലികൾ, റബ്ബർ ടാപ്പിംഗ്, കെട്ടിടം പണി, സെൻട്രിക് പണി, ചുമട്ട് തൊഴിൽ, ഇതൊക്കെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. സൈദലവി പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. സക്കീർ ഹുസൈൻ പെരുന്നാൾ സന്ദേശം വായിച്ചു. ലഹരിക്കെതിരെയും ലിബറലിസത്തിനെതിരെയും മൂസ ഉമരി ക്ലാസ് എടുത്തു. നദീറ താജുദ്ദീൻ, ITL ചെയർമാൻ PA അബൂബക്കർ, ജാഫർ അലി, ഡോക്ടർ കുഞ്ഞു മുഹമ്മദ്, OA ഉണ്ണി, TM ശിഹാബുദ്ദീൻ, രജിത, സഹല, ഓമന എന്നിവർ സംസാരിച്ചു. ഷുക്കൂർ പത്തിരിപ്പാല സ്വാഗതവും നദീറ താജുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ മഞ്ഞക്കാട് റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. അനുമോദന സദസ്സ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കാറുണ്ട്. ഇത്തവണയും അത്തരമൊരു പരിപാടി ഇവിടെ സൂചിപ്പിച്ച പോലെ അവർക്ക് പ്രചോദനം കൊടുക്കുക, കൂടുതൽ അവരെ പഠന വിഷയത്തിൽ താല്പര്യമുള്ളവരാക്കി മാറ്റാനുള്ള ഒരു വേദി കൂടിയാക്കി ഈ ചടങ്ങ് അതിനുകൂടി ഉപകാരപ്പെടുത്തുക എന്നുള്ളതാണ് റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ ഇതുമായി തീരുമാനിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് വി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റുമാരായ B പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് PB കൃഷ്ണവേണി, ജോയിന്റ് സെക്രട്ടറി UK രാജേഷ്, ട്രഷറർ AP ആബിദ്, സുബ്രഹ്മണ്യൻ നമ്പൂതിരി, MP സതീഷ് കുമാർ, V സുധാകരൻ മാസ്റ്റർ, VS സുധേഷ്, P മീന ടീച്ചർ, UG ഷൈജ, N ജയന്തി, ഡോക്ടർ വികാസ് എലിയാസ് കോര, KT വേണുഗോപാലൻ, ബാലരവി, PK ഷീജ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. സമ്മാനാർഹരായ KV വരുൺ, VS ശ്രേയസ്, ദിയ അരുൺ, ആഷിക ചന്ദ്രൻ, C ധ്രുവ, കെവിൻ കോര, റെജിൻ മങ്കാത്ത് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സുസ്ഥിര തൃത്താല പദ്ധതി ജനപങ്കാളിത്തത്തോടെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുമെന്ന് മന്ത്രി MB രാജേഷ്. പദ്ധതി മറ്റൊരു പേരിൽ പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായും നടപ്പാക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ തന്നെ വിദ്യാലയ പരിസരങ്ങളിൽ ലഹരിക്കെതിരെ എക്സൈസിന്റെ സജീവ നിരീക്ഷണമുണ്ടാകുമെന്നും മന്ത്രി. കൃഷിവകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്ത 413 കർഷകർക്ക് കുടിശ്ശികയടയ്ക്കാൻ KSEBയുടെ നോട്ടീസ്. നടപടി കുടിശ്ശികയായ 13 കോടി രൂപ കൃഷിവകുപ്പ് അടയ്ക്കാത്ത സാഹചര്യത്തിൽ. ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുക 2021 മുതൽ 2025 വരെയുള്ള ബിൽ കുടിശ്ശിക. ആഴത്തിലുള്ള വായന സാമൂഹിക ജീർണതകൾ അകറ്റുമെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. പരന്ന വായനയും ആഴത്തിലുള്ള വായനയും ഒന്നല്ല. ഒരു ബന്ധവുമില്ലാത്ത സ്വാതന്ത്ര്യ സമര ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ പരതുന്നവർക്ക് മുന്നിൽ ചരിത്രത്തിൻ്റെ താളുകൾ നിവർത്തിപ്പിടിക്കാൻ ഗ്രന്ഥശാല പ്രവർത്തകർ തയ്യാറെടുക്കണം. പാലക്കാട്ട് പബ്ലിക് ലൈബ്രറി 75ാം വാർഷികാഘോഷം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.